അല്ല, നിങ്ങളെന്തായാലും നിങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ ശ്രദ്ധിച്ച് നോക്കി. നിങ്ങളെന്തായാലും ആ കല്യാണം അങ്ങനെ നടത്തിയത് നല്ലതായി. അശ്വസമം അജിത സമം. ഈ സമം എന്ന് ഉള്ളത് എന്തെങ്കിലും സംഘടനയുടെ പേരാണോ? ഞങ്ങളുടെ ഒരു നിലപാടിന്റെ പേരാണ്, ജീവിത നിലപാടിന്റെ. ഏറ്റവും ലളിതമായിട്ടും സമഗ്രമായിട്ടും അവബോധത്തോടുകൂടി എങ്ങനെ ജീവിക്കാന്നുള്ള അന്വേഷണത്തിലാണ് സമം. അദ്ദേഹത്തിനൂടെ ചേർന്നിട്ട് ഇപ്പൊ എത്ര കാലമായി? 36 വർഷമായി. നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടിയത്? ഞങ്ങൾ അല്ലല്ല അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് ഞാനും അശോകനും തമ്മിൽ നടന്നത്. രംഗ് വെച്ചാണോ കല്യാണം കഴിച്ചത്? അരയാലായിരുന്നു. അരയാലും പടർന്ന് പന്തലിക്കുമല്ലോ അല്ലേ? പേരാല് പടർന്ന് പന്തലിക്കും. ഇതാരുടെ ഐഡിയ ആയിരുന്നു? അങ്ങനെ ഐഡിയ അല്ല സാറേ. അതായത് ഈ കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിലെ വളർത്തിയത് തന്നെ ജാതിയോ മതമോ അങ്ങനെയൊന്നും ഇല്ലാതെയാണ്. അപ്പൊ അവർക്ക് വിദ്യാഭ്യാസം എങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു വലിയൊരു വിടേണ്ടി വന്നു. കാരണം ബദൽ വിദ്യാഭ്യാസം നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടാത്തതുകൊണ്ട് പള്ളിക്കൂടത്തിൽ ജസ്റ്റ് പോവും. പിന്നെ ഞങ്ങളുടെ ജീവിതം നമ്മളിവിടെ പഠിക്കാൻ വേണ്ടിയല്ല, വെറുതെ അവർക്ക് കുട്ടികളായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അവിടെ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഒരു 60, 40, 50% മാർക്കിലൂടെ അവിടെ പാസ്സായി അങ്ങനെ വന്ന. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ അവരോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഇണയെ വേണമെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിർബന്ധമാണ്. അച്ഛന് നിങ്ങളുടെ വഴികൾ അവർ തിരഞ്ഞെടുക്കേണ്ടെന്ന് തീരുമാനിക്കാൻ കഴിയും. നിങ്ങളുടെ ചുറ്റുപാടുള്ള മറ്റേതെങ്കിലും ജീവികൾ അച്ഛനെ അമ്മയാണോ ഇണകളെ കൂട്ടിക്കൊടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലല്ലോ, പ്രകൃതിയിലേക്ക് ഇണങ്ങാനുള്ള പരിപാടി. അതെ. അപ്പം അങ്ങനെ കണ്ടെത്തുന്നത് അവർക്ക് പാടായോ? അവര് വളരെ തന്ത്രവും നമ്മളെല്ലേ മക്കള്. അവര് കണ്ടെത്തി, രണ്ടുപേരും കണ്ടെത്തി. അപ്പൊ ഒന്നിച്ച് പേരാല് നട്ടു, അരയാലും പേരാലും. അല്ല, അങ്ങനെ നട്ടതല്ല. അവര് രണ്ടുപേരും കണ്ടെത്തിയപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏത് മതത്തിലോ ഏത് സംസ്കാരത്തിലോ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. അതിന് അച്ഛനും അമ്മേന്റെ ആവശ്യമില്ല. അങ്ങനെ അവരുടെ കുടുംബം എല്ലാം കൂട്ടി വന്നു നമ്മളെ അടുത്ത്. ചില 2 ആൺകുട്ടികളെയും കൂട്ടി വന്നിട്ട് അവര് പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യുന്നവരാണോ? കൃഷിയൊക്കെ അല്ല, അവരും ഇതേപോലെ നിങ്ങളുടെ അണിചേർന്നോ? പക്ഷെ അവര് പഠിച്ച ശേഷം മൂത്തയാള് നേച്ചുറോപ്പതി ഡോക്ടറാണ്, രണ്ടാമത്തെ ആള് ആയുർവേദ ഡോക്ടറാണ്. മാത്രല്ല അന്ന് എനിക്ക് തോന്നുന്നു നിങ്ങള് പാട്ടുമൊക്കെ പാടി ആഘോഷത്തോടെ കല്യാണം നടത്തിയല്ലേ? 2 ആഴ്ച കല്യാണമായിരുന്നു സാറേ. 2 ആഴ്ച. ഈ 2 ആഴ്ച എങ്ങനെ തള്ളി നീക്കി? 14 ദിവസം താനേ വന്നതാണ്. അങ്ങനെ അവരൊരാഴ്ച മുമ്പേ അവിടെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും അവരാരും പോയിട്ടില്ല. എത്ര ചെലവായി എല്ലാം കൂടെ 2 ആഴ്ച കല്യാണം? 80,000 സംതിങ്. എന്റെ അമ്മു, 80 കോടിയൊക്കെ ചെലവാക്കിയ കല്യാണം നടന്ന ആൾക്കാരുള്ള ഈ കാലത്ത് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. നമ്മളറിയാത്ത എവിടുന്നൊക്കെയോ വന്ന ആൾക്കാരാണ് നടത്തിയത്. നമ്മളറിയാത്ത ആൾക്കാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.